മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യവുമായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ രംഗത്ത് വന്നിരിക്കുകയാണ്. കേരള യാത്രയുടെ മുഖ്യ അജണ്ട തന്നെ ഇതാണ്. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? ആദ്യം നമ്മൾ പറയുന്നത് അതിപ്പോൾ മലപ്പുറം രണ്ടായിരുന്നു. മുന്നേ വേറെ കാര്യം, മലബാർ സ്റ്റേറ്റ് എന്ന രാജ്യം ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതെ, അതായത് മലബാറിലെ എണ്ണം കൊണ്ടാണല്ലോ ഇപ്പോൾ വണ്ണം വെക്കുന്നത്. ഈ എണ്ണം കൂട്ടുക എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് ഈ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു രീതി. എണ്ണം വർദ്ധിക്കുന്നതോടുകൂടി ഞങ്ങൾക്ക് എണ്ണം കൂടി, ഇനി ഞങ്ങൾക്ക് കൂടുതൽ വിഭജനം വേണം, ഞങ്ങൾക്ക് ജില്ലകൾ കൂടുതൽ വേണം, അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതൽ എണ്ണമായി ഞങ്ങൾക്ക് ഒരു സ്റ്റേറ്റ് വേണം. അപ്പോൾ ഇത് ഒരു തട്ടിയാണ്. നമ്മൾ കലാകാലങ്ങളായിട്ട് നമ്മൾ എല്ലാവരും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കണ്ടുവരുന്ന ഒരു പ്രത്യേക രീതി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ലണ്ടനിൽ കണ്ടു, നമ്മൾ ലണ്ടനിൽ ശരീരത്തിൽ നിയമം വേണമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് അവിടെ എണ്ണം കൂടി? അപ്പം ഈ നമ്മുടെ കേരളത്തിൽ മറ്റൊരു ജില്ലയിലും ഇല്ലാത്ത പ്രത്യേകത എങ്ങനെ മലപ്പുറത്തിന് മാത്രം വരുന്നത്? അതിനാണ് പ്രസക്തമാകുന്ന ചോദ്യം. 47 ലക്ഷമായി ഇവിടുത്തെ ജനസംഖ്യ, അതുകൊണ്ട് തന്നെ വിഭജനം വേണമെന്ന് പറയുമ്പോൾ താങ്കൾ പറഞ്ഞ ഇപ്പോൾ ജില്ല വിഭജിക്കണം, പിന്നീട് സംസ്ഥാനമാക്കണം, പിന്നീട് രാജ്യമാക്കണം, അങ്ങനെയുള്ള ഒരു പ്രഖ്യാപിത ലക്ഷ്യം മത്സര മതമൗലികവാദ സംഘടനകൾ നേരത്തെ മുന്നോട്ട് വെച്ചതാണ്. ആ ഒരു ആവശ്യമാണ് ഇവരും ഏറ്റെടുക്കുന്നത് അല്ലേ? തീർച്ചയായും. കാരണം പണ്ട് ആദ്യം തന്നെ പാകിസ്ഥാനിലോട്ട് ചേരണം എന്ന് മലപ്പുറം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഈ കേരളത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നാളെ ഇന്നിപ്പോൾ നമ്മൾ മലപ്പുറം തുടങ്ങുന്നത്, നാളെ തമിഴ്നാടും കർണാടകയും കേരളം കൂടി ചേർന്നിട്ട് ഞങ്ങൾ പ്രത്യേക രാജ്യമായിട്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴെ നിൽക്കാൻ താല്പര്യമില്ല, ഞങ്ങൾക്കൊരു സൗത്ത് രാജ്യം വേറെ വേണം എന്ന് പറയുന്നതിനേക്കാൾ കാര്യം വരുന്നത്. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്ര മലപ്പുറത്തെത്തിയ സമയത്ത് ഒരാവശ്യം ഉന്നയിച്ചിരുന്നു. അത് മലപ്പുറം വിഭജിക്കണമെന്നായിരുന്നു. അതിനെയാണ് ഈ രീതിയിലൊക്കെ ആക്കി തീർത്തത്. പാകിസ്ഥാനാക്കാനാണ്, അതുപോലെ തന്നെ അവർക്ക് വേറെ രാഷ്ട്രം നിർമ്മിക്കാനാണ് എന്ന രീതിയിലൊക്കെയാണ് ഇതിനെ കൊണ്ടെത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കൊണ്ടെത്തിക്കുന്നത്? ഒന്ന്, കാന്തപുരം ഉസ്താദാണ് ഈ ആവശ്യം ഉന്നയിച്ചത്, അതുകൊണ്ട്. മറ്റൊന്ന്, മലപ്പുറം ജില്ലയാണല്ലോ, അതുകൊണ്ട്. നോക്കൂ നിങ്ങൾ ഇവരൊക്കെ ഒരു മനസ്സ്. എന്നിട്ട് കേരള യാത്രയുടെ ലക്ഷ്യം മലപ്പുറം ജില്ല വിഭജിക്കലാണെന്ന് പറയാം. മറ്റൊരു ജില്ല കൂടി വിഭജിക്കണമെന്ന് കേരള യാത്ര ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, എറണാകുളം ജില്ല. എറണാകുളം ജില്ല വിഭജിച്ച് മൂവാറ്റുപുഴ കേന്ദ്രമാക്കി മറ്റൊരു ജില്ല വേണമെന്നുള്ളതാണ് കേരള യാത്രയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇത് ഇനി എന്തിനാണെന്നാവോ? ഇതും മറ്റൊരു പാകിസ്ഥാനാക്കാനാണോ? അപ്പൊ കേരള യാത്ര എന്താണ് എന്ന് മനസ്സിലാക്കണം നമ്മൾ ആദ്യം. ബഹുമാനപ്പെട്ട ഉസ്താദ് കേരള യാത്ര തുടങ്ങിയത് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. കാസർഗോഡ് ജില്ലയിലെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യമാണ് അവിടുത്തെ മെഡിക്കൽ കോളേജ് എന്നുള്ളത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ഖലീൽ ബുഖാരി തങ്ങളുമാണ് ഞാൻ മുന്നോട്ട് വെച്ച കാസർകോട്ടെ മെഡിക്കൽ കോളേജിന്റെ ദയനീയമായ അവസ്ഥ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മാത്യു കുഴൽനാടൻ MLA ഒക്കെ ഏറ്റുപിടിച്ച് രംഗത്ത് വന്നപ്പോൾ അതേപോലെ പിന്തുണ നൽകി എന്റെ സമരത്തെ ഏറ്റുപിടിച്ച് മുന്നോട്ട് വന്ന കേരളത്തിന്റെ ആദരണീയനായിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരിനും ഖലീൽ ബുഖാരി തങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത് കാസർഗോഡ് ജനതയുടെ നന്ദിയാണ്. കാരണം നിങ്ങളെപ്പോലെയുള്ള പണ്ഡിതന്മാർ ഈ ഒരു പ്രതിഷേധത്തെ വലിയ രീതിയിൽ നോക്കിക്കാണുകയും കാസർഗോഡിന് അത്യാവശ്യമായിട്ട് ഒരു മെഡിക്കൽ കോളേജ് വേണമെന്ന് നിലപാടിൽ ഉറച്ച് കേരള യാത്ര എന്ന് പറയുന്ന മനുഷ്യർക്കൊപ്പം എന്നുള്ള ടാഗ് ലൈനിലൂടെ നിങ്ങൾ നടത്തുന്ന ആ ഒരു വലിയ പരിപാടിയിൽ ഇത് പറയാൻ നിങ്ങൾ കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ, ആ ഒരു ജനതയോടുള്ള ഇഷ്ടമുണ്ടല്ലോ, അതിനെ ഞാൻ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത് എന്നുള്ളത് എനിക്കറിയുന്നില്ല. ഒരുപാട് നന്ദി. കാരണം അപ്പോ അദ്ദേഹം പറയാണ്, കാസർഗോഡുകാരുടെ വിഷയത്തിലേക്ക് നിങ്ങൾ ആ പറയാൻ കാണിച്ച മനസ്സിനെ അഭിനന്ദിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആര് മെഡിക്കൽ കോളേജ് വിഷയം പിന്തുണച്ചു കഴിഞ്ഞാൽ ഞാൻ ആ പിന്തുണ സ്വീകരിക്കും. അതിനിടയിലാണ് ഉസ്താദിന്റെ പിന്തുണ വരുന്നത്. ഇവിടുത്തെ ഭരണാധികാരികളോടും നമുക്ക് ഓർമ്മപ്പെടുത്താറുള്ളത്, തെക്കും വടക്കുമായി യാതൊരു വ്യത്യാസവും ഉണ്ടാകാൻ പാടില്ല. കേരളം ഭരിക്കുന്നവർ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണണം. കാസർഗോഡ് ജില്ല ഒരു മെഡിക്കൽ കോളേജ് മാത്രമല്ല, ഒരു എയിംസ് തന്നെ കാസർഗോഡ് ജില്ലക്ക് അനുവദിച്ച് കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിതരെ എന്തുകൊണ്ടും രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം. പൂർണ്ണ വിജയത്തിലേക്ക് ഈ ജില്ലയുടെ മെഡിക്കൽ കോളേജ് വളർന്നിട്ടില്ല. അതിനുവേണ്ടി ഗവൺമെന്റും ഇവിടുത്തെ ഭരണകൂടങ്ങളും അതേപോലെ തന്നെ ഇവിടെയുള്ള MP-മാരും MLA-മാരും എല്ലാവരും ഒന്നിച്ച് ശ്രമിക്കണമെന്ന്. അപ്പൊ കേരള യാത്രയിൽ അവിടുത്തെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിക്കണം. അതിൽ കാന്തപുരം ഉസ്താദ് പറഞ്ഞതാണ് വളരെ പോയിന്റ്. തെക്കും വടക്കും വ്യത്യാസം ഒരിക്കലും ഉണ്ടാവരുത് എന്നുള്ളത്, എല്ലാവരെയും ഒരേപോലെ കാണണമെന്നാണ് പറയുന്നത്. നമുക്കറിയാലോ, തെക്കും വടക്കും തമ്മിൽ വികസനത്തിന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമുണ്ട്. അത് ഒരിക്കലും ഉണ്ടാവരുത് എന്നാണ് കാന്തപുരം ഉസ്താദ് പറയുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ പാകിസ്ഥാനാക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്കറിയില്ല. അപ്പോ ഓരോ സ്ഥലങ്ങളിലൂടെ ഈ യാത്ര പോകുമ്പോൾ അവിടുത്തെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് യാത്ര എത്തി നിൽക്കുന്നത് ഇടുക്കിയിലാണ്. അപ്പൊ ഇടുക്കിയിലുള്ള വിഷയങ്ങൾ അവിടെ ചർച്ചയാകും. അതാണ് ഇവിടെ സിറാജ് ലൈവിൽ തന്നെ അതിന്റെ റിപ്പോർട്ടർ പറയുന്നത്. നമുക്കൊന്ന് കേൾക്കാം. നാട്ടിലേക്ക് കേരള യാത്ര എത്തുമ്പോൾ ഒട്ടേറെ വിഷയങ്ങൾ കേരള യാത്രയിൽ ചർച്ചയാകാനുണ്ടാകും. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്തായാലും അത് മനുഷ്യ വന്യജീവി സംഘർഷമായിരിക്കും. ഈ മേഖലയിൽ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട വിഷയമാണ്. ഓരോ ജില്ലയിലും ആ ജില്ലയുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ വിഷയങ്ങളാണ് കേരള യാത്ര ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടുക്കിയിലെ എല്ലാ പ്രശ്നങ്ങളിലേക്കും കേരള യാത്ര കടന്നുപോകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നേതാക്കൾ ഇന്ന് ഉച്ചക്ക് നടത്തുന്ന വാർത്താ സമ്മേളനത്തിലായിരിക്കും ഇടുക്കിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് കേരള മുസ്ലിം ജമാഅത്ത് മുന്നോട്ട് വെക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും അച്ഛൻ കവലയിൽ കാണുന്ന ഈ ആവേശം ഇടുക്കിയിലുടനീളം നമുക്ക് കാണാൻ. അപ്പൊ 12 ദിവസങ്ങളായി കേരള യാത്ര തുടങ്ങിയിട്ടല്ലേ. അപ്പൊ ഓരോ ജില്ലയിലൂടെയും പര്യടനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ജില്ലയിലെയും ആവശ്യങ്ങൾ വേണ്ടപ്പെട്ടവരുമായിട്ട് ഒരു പരിപാടിയൊക്കെ ആദ്യം ഉണ്ടാവും അവിടെ. അപ്പൊ അവിടുത്തെ പൗരപ്രമുഖരായിരിക്കുന്ന ആളുകൾ അതിൽ പങ്കെടുക്കും, അവരോട് ചർച്ച നടത്തും, പിന്നീട് പത്രസമ്മേളനം നടത്തും. അങ്ങനെ ഓരോ ഭാഗത്തും അതിന്റെ കാര്യങ്ങൾ പറയാണ്.
പിന്നെ ഇവിടെ പറഞ്ഞത് എന്താണ്, എന്തൊക്കെയോ രാമസിംഹനും അതുപോലെ തന്നെ ആ ജനം ടി വിയുടെ ആളൊക്കെ പറയുണ്ടായി. നമ്മുടെ മുസ്ലിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള വലിയൊരു പദ്ധതിയാണ്, ആസൂത്രണമാണ് കേരള യാത്ര, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുണ്ടായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരള യാത്രയുടെ ആ സെറ്റപ്പ് ഒക്കെ നമ്മൾ കണ്ടല്ലോ. അതുപോലെ തന്നെ മുന്നിൽ അനൗൺസ്മെന്റ് വാഹനം, അതുപോലെ തന്നെ പിന്നെയും ഒരുപാട് വാഹനങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇത് വിഷ്വൽ മീഡിയ എന്ന് പറയുന്ന കോട്ടക്കിലുള്ള ഒരു ടീമിന്റെയാണ്. അവരാണ് ആ രീതിയിൽ അത് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോ അതിന്റെ മാനേജർ ശ്രീകാന്ത് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അടുത്താണ് ഇതിന്റെ ഉത്തരവാദിത്വം. കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരള യാത്രയുടെ ആ വാഹനങ്ങളുടെയും അതുപോലെ തന്നെ അതിന്റെ മീഡിയ സംവിധാനങ്ങളും ഒക്കെ ആയിട്ടുള്ള ഉത്തരവാദിത്വം കിടക്കുന്ന കാര്യത്താണ് ശ്രീകാന്തിന്റെ അടുത്ത്. അപ്പൊ ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സിറാജ് ലൈവിൽ തന്നെ ഒരു ചെറിയ റിപ്പോർട്ട് ഞാൻ കാണാനിടയായി. വർഷങ്ങളായിട്ട് വിഷൻ മീഡിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡഡ് കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു കേരള യാത്രയിൽ ഞങ്ങൾ കണ്ടുവന്ന വെറൈറ്റികൾ, അതായത് നമ്മൾ ഒരു സ്റ്റേജിൽ ഉസ്താദ് പറയുന്ന ഒരു കാര്യമല്ല അടുത്ത സ്റ്റേജിൽ അവർക്ക് പ്രസംഗിക്കുന്നത്. നമ്മൾ ഓരോ സ്റ്റേജിൽ എത്തുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി നമ്മൾ കാതോർക്കുക. കാരണം നമ്മൾ ഒരു യാത്ര ഒരു 4-5 ദിവസം സ്ഥിരമായിട്ട് ഒരു സ്റ്റേജിൽ ഓരോ സ്റ്റേജുകൾ പിന്നെ നമ്മൾ ഉസ്താദിന്റെ ഇതാണ് നമ്മൾ പിന്മാറാറും. മറ്റേ നമ്മൾ കാന്തപുരം ഉസ്താദിന്റെ വോയിസ് കേൾക്കാൻ തന്നെ നമ്മൾ വണ്ടി നിർത്തി കാതോർത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഓരോ സ്റ്റേജിലും ഉസ്താദ് മാത്രമല്ല കേട്ടോ, മറ്റുള്ള എല്ലാ ഉസ്താദുമാരും വെറൈറ്റി ആയ കാര്യങ്ങളാണ്. നമ്മൾ ഓരോ നാടിലും അതിൻ്റെതായ കാര്യങ്ങൾ സംസാരിക്കാൻ പറഞ്ഞിട്ടില്ല. അതേമാതിരി ഓരോ പ്രസംഗങ്ങൾ നമുക്ക് കേൾക്കാൻ വേണ്ടി കാതോർക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരിക. ഇപ്പൊ തൊടുപുഴ എന്താവും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. എന്താണ് ഉസ്താദുമാർ സംസാരിക്കുന്നത്? അതായത് മനുഷ്യക്കൊപ്പം എന്ന വിഷയത്തിനോട് തീർച്ചയായിട്ടും നീതി പുലർത്തുന്ന വിഷയങ്ങൾ തന്നെയാണ് എടുക്കുന്നത്. തീർച്ചയായിട്ടും മനുഷ്യർക്കൊപ്പം എന്നുള്ള വാക്കിന് അർത്ഥം തന്നെ നമ്മൾ ഓരോ പ്രസംഗത്തിലും മനസ്സിലാവുന്നുണ്ട്. എന്ത് കാര്യങ്ങളാണല്ലോ എല്ലാ മനുഷ്യരും ഒരാളും വേർതിരിവായി കാണാതെ ഈ കൂട്ടത്തിലുള്ള എല്ലാവരും ഒരുപോലെ യാത്ര ചെയ്യുന്ന ഒരു സീനാണ് കാണുന്നത്. മറ്റുള്ള നമ്മൾ ഡ്രൈവേഴ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മാറ്റി നിർത്തുന്ന സാഹചര്യം വരുന്നത്. ഇവിടെ ഡ്രൈവേഴ്സിനാണ് മുൻഗണന. അതായത് നമ്മൾ ചില ഉസ്താദുമാർ വലിയ ഉസ്താദുമാരെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച ചരിത്രം വരെ ഈ യാത്രയിൽ. ഒപ്പം അതായത് ഡ്രൈവറെന്നോ അല്ലെങ്കിൽ അടികളെന്നോ ഒരു വേർതിരിവില്ലാതെ ഒരുമിച്ച് യാത്ര ചെയ്യാന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം. അത് പറഞ്ഞറിയിക്കുന്നത് തന്നെയാണ്. ഇതാണ് മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന കേരള യാത്ര. ഇവിടെ ഉസ്താദിന്റെ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട് അവരടക്കം കൊതിക്കുകയാണ്, എന്താണ് ഉസ്താദ് പറയുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിരവധി ആൾക്കാർ ഉസ്താദിന്റെ പ്രസംഗം തത്സമയം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ വിമർശകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതൊക്കെ ശരിയല്ല എന്ന് ആ പരിപാടി നേരിട്ട് വീക്ഷിക്കുന്നവർക്ക് മൊത്തത്തിൽ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. കേരള യാത്രയിലെ ഉസ്താദിന്റെ ഓരോ പ്രസംഗവും നമ്മൾ കേൾക്കണം. അതിലൊക്കെ പഠിക്കാനും പകർത്താനും നിരവധി അറിവുകളുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.